എല്ലാവർക്കും മല്ലു ഡീപ് ഡൈവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റ്സിനായി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നടി ആക്രമിക്കപ്പെട്ട കേസിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം തള്ളിയതിൽ യാതൊരു അതിശയോക്തിയും ഇല്ലെന്ന് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമാൻ. 2018 കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ദിലീപ് DGPക്കും മുഖ്യമന്ത്രിക്കും അപേക്ഷ നൽകുന്നത്. അതിനുശേഷം ഹൈക്കോടതിയിലേക്ക് പോകുന്നു. അന്ന് ഹർജി പരിഗണിച്ച കോടതി കേസിൽ ഏത് അന്വേഷണം വേണമെന്ന് ഒരു പ്രതിക്ക് എങ്ങനെ ആവശ്യപ്പെടാനാകുമെന്ന് ചോദിച്ചു. ആ പറഞ്ഞതിൽ കാര്യമുണ്ടെന്നും ശ്രീജിത്ത് പെരുമാൻ പറയുന്നു. ഏത് അന്വേഷണം വേണമെന്ന് തീരുമാനിക്കേണ്ടത് പ്രതിയല്ലെന്നാണ് യാഥാർത്ഥ്യം. എങ്കിലും സമൂഹവും മാധ്യമങ്ങളും വളഞ്ഞിട്ട് ആക്രമിച്ചു കുറ്റക്കാരനെന്ന് വിധിച്ചു കരിയർ നശിപ്പിച്ചു എന്നീ സാഹചര്യങ്ങളിലാണ് 8ാം പ്രതി CBI അന്വേഷണം എന്ന ആവശ്യം ദിലീപ് ഉയർത്തുന്നത്. ഇത് നിലനിൽക്കാൻ പോകുന്ന ഒരു കാര്യം അല്ലെന്ന് സ്വാഭാവികമായും ഞങ്ങൾക്ക് അന്ന് തന്നെ അറിയാമായിരുന്നു. സിംഗിൾ ബെഞ്ച് ഹർജി തള്ളിയപ്പോൾ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയി. അതിനുശേഷം 4 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ തീരുമാനമാകുന്നത്. കേസിലെ പ്രോസിക്യൂഷൻ വിചാരണ പൂർണ്ണമായും കഴിഞ്ഞെന്നും പ്രതിഭാഗത്തിന്റെ ശേഷിക്കുന്ന വിചാരണ ഏപ്രിൽ 11 അകം തീർക്കണമെന്ന നിർദ്ദേശമുണ്ടെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് CBI അന്വേഷണം വേണമെന്ന ആവശ്യം തള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ യാതൊരു അസ്വാഭാവികതയും ഇല്ലെന്നും ശ്രീജിത്ത് പെരുമാൻ പറയുന്നു. പൊതുസമൂഹത്തിന് മുന്നിൽ ദിലീപിനെ കുറ്റവാളിയായി നിലനിർത്തുകയെന്ന ഒരു ലോബിയുടെ ആവശ്യത്തിലേക്ക് പല ആളുകളും വന്നുചേർന്നു. ദിലീപിന്റെ കുടുംബത്തെ കുട്ടിയെ വെച്ച് പോലും ഇല്ലാക്കഥകൾ മെഞ്ഞിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കോടതി തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും അതിനെ സ്വാഗതം ചെയ്യും, അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.